മക്കളെ NIOS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് ഹിസ്റ്ററി ചാപ്റ്റർ 23. അപ്പോൾ മക്കളെ ഒരു വൈഡ് ചാപ്റ്റർ അഥവാ ക്വസ്റ്റ്യൻ കുറച്ചാണെങ്കിലും വലിയ ക്വസ്റ്റ്യൻ ആൻസർ വളരെ വൈഡാണ്. അപ്പോൾ ടീച്ചർ ഇതിനെ 2 പാർട്ടാക്കിയിട്ട് 23ാമത്തെ ചാപ്റ്ററിനെ ഫസ്റ്റ് പാർട്ടായിട്ട് 3 ക്വസ്റ്റ്യനും സെക്കൻഡ് പാർട്ടായിട്ട് 2 ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ട് 2 വീഡിയോ ആണ് ഇട്ടിടുന്നത്. അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ കേട്ടോ. 1ാം ലോക മഹായുദ്ധവും അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവവും ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസസ് എന്തൊക്കെ, അല്ലെങ്കിൽ റഷ്യയിൽ കമ്മ്യൂണിസം വളർന്നു വരാനുള്ള കാരണം, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഭരണാധികാരികളുടെ പങ്ക്, ഈ കാര്യങ്ങളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്ക്രൈബ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ടെററിസ്റ്റ് റഷ്യയിലെ ടെററിസ്റ്റ് എംപയർ റഷ്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളായിരുന്നു. രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ റഷ്യയിലെ എങ്ങനെയാണ് ഭരണം ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ ഭരണം നടപ്പിലാക്കാൻ സാർ ചക്രവർത്തിമാർ, മക്കൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചക്രവർത്തിമാർ വലിയ സ്വേച്ഛാധിപതികൾ ആയിരുന്നു. അപ്പോൾ വലിയ സ്വേച്ഛാധിപത്യാധികാരം നിലനിർത്തിയ റഷ്യൻ ഭരണാധികാരികളാണ് സാർ ചക്രവർത്തിമാർ എന്നറിയപ്പെട്ടത്. ദൈവദത്താധികാരം ഡിവൈൻ റൈറ്റ് തിയറി കേട്ടോ, അഥവാ ദൈവത്തിൻ്റെ തുല്യമാണ് രാജാവ് എന്നൊരു സിദ്ധാന്തമാണ് ആ പേരിൽ അറിയപ്പെട്ടത്. ദൈവദത്താധികാരത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നവർ അടിച്ചമർത്തൽ നയമാണ് പൊതുവെ സ്വീകരിച്ചു പോന്നത്. 1905 വരെ ഒരു പാർലമെൻറ്റ് പോലും റഷ്യയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാറിസ്റ്റ് ചക്രവർത്തിമാർക്ക് കീഴിൽ ഏകാധിപത്യം നിലനിന്നിരുന്ന റഷ്യയിൽ 1905 വരെ ഒരു പാർലമെൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. 1905 വിപ്ലവത്തിന് ശേഷം ഡ്യൂമ എന്ന പേരായ പാർലമെൻറ്റ് അനുവദിച്ചുവെങ്കിലും അതിൻ്റെ അധികാരങ്ങൾ പരിമിതമായിരുന്നു. അപ്പോൾ ഈ 1905 റഷ്യയിൽ വിപ്ലവം നടപ്പാക്കുകയോ ഈ വിപ്ലവത്തെ തുടർന്ന് ഡ്യൂമ എന്നൊരു പാർലമെൻറ്റ് റഷ്യയിൽ നിലവിൽ വന്നു എങ്കിലും രാജാധികാരം ശക്തമായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ അധികാരം ഡൂമയുടെ അധികാരം പരിമിതമായിരുന്നു. സാർ നിക്കോളാസ് രണ്ടാമൻ ദുർബലനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അവിശ്വസ്തരും അഴിമതിക്കാരുമായ മന്ത്രിമാരുടെ സ്വാധീന വലയത്തിലായിരുന്നു. ഇനി ചക്രവർത്തി ജനങ്ങൾക്ക് പൗരസ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഇതാണ് സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് മക്കൾ എഴുതേണ്ട ഭാഗം കേട്ടോ. അപ്പോൾ ചക്രവർത്തി എന്നാൽ സർ ചക്രവർത്തിമാർ ജനങ്ങൾക്ക് പൗരസ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല. പത്രങ്ങളുടെ മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതാണ് സെൻസർഷിപ്പ് എന്നറിയപ്പെട്ടത് കേട്ടോ. രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം നിരോധിക്കപ്പെടുകയോ പ്രതിയോഗികൾ എന്ന് പറഞ്ഞാൽ എതിരാളികളെ തന്നിഷ്ടം പോലെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തെയും നിയന്ത്രണ വിധേയമാക്കുകയോ മതസ്വാതന്ത്ര്യം പോലും അനുവദിച്ചിരുന്നില്ല. കൂടാതെ യൂറോപ്പിലെ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് സാർ ചക്രവർത്തി അടിച്ചമർത്തി. സാർ ചക്രവർത്തിയെയും ഭാര്യയെയും റാസ്പുട്ടിൻ എന്ന കപട സന്യാസിയുടെ സ്വാധീന വലയത്തിലായിരുന്നു. ഉദ്യോഗസ്ഥരാകട്ടെ കഴിവുകെട്ടവരും ജനവിരോധികളുമായിരുന്നു. സ്വാഭാവികമായും വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ച റഷ്യയിലെ ഭരണാധികാരികളായിരുന്നു സാർ ചക്രവർത്തിമാർ എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇനി മക്കളെ, ഇതാണ് സാറിസ്റ്റ് ഭരണം റഷ്യയിൽ നിലനിന്ന. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വൈ വാസ് ദ റവല്യൂഷൻ ഓഫ് 1905 ഇമ്പോർട്ടൻ്റ്? 1905 വിപ്ലവം എന്തുകൊണ്ടാണ് പ്രാധാന്യമർഹിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ വിപ്ലവത്തിൻ്റെ പ്രാധാന്യം നോക്കാം. ജപ്പാനുമായുണ്ടായ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയത്തെ തുടർന്ന് മെക്സിക്കോയിൽ തൊഴിലാളി സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. ഗ്രാമങ്ങളിലെ കർഷകരും സമരരംഗത്തെത്തി. 1905 റഷ്യയിൽ വിപ്ലവത്തിൻ്റെ ആദ്യ നാമ്പുകൾ മുളപൊട്ടിയത്. 1905 ജനുവരി 9 പെട്രോഗാഡിലെ തൊഴിലാളികൾ, റഷ്യൻ തലസ്ഥാനമായിരുന്നു പെട്രോഗാഡ് കേട്ടോ, അവിടുത്തെ തൊഴിലാളികൾ സാർ ചക്രവർത്തിക്കൊരു നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി പുരോഹിതനായ ഫാദർ ജോർജ് ഗാപ്പൻ്റെ നേതൃത്വത്തിൽ വിൻഡൻ പാലസിലേക്ക് മാർച്ച് ചെയ്തു. സമാധാനപരമായ പ്രകടനത്തിനു നേരെ സാർ ചക്രവർത്തിമാരുടെ പട്ടാളക്കാർ വെടിവെച്ചതിൻ്റെ ഫലമായി 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ മക്കളെ, ഈ 1905 വിപ്ലവത്തിന് മറ്റൊരു പേരുണ്ട്, ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് നിരവധി കലാപങ്ങൾ റഷ്യയിലുണ്ടായി. ഡ്യൂമ എന്ന പേരിലൊരു പാർലമെൻറ്റോ മറ്റു ചില ജനാധിപത്യ അവകാശങ്ങളോ ജനങ്ങൾക്ക് അനുവദിച്ചു.
ഒടുവിൽ സർ ചക്രവർത്തി എന്ത് ചെയ്തു, പൗരസ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതനായി. 1917. അപ്പോൾ 1905 റഷ്യയിൽ വിപ്ലവം ഉണ്ടായി. തുടർന്നാണ് ചരിത്ര പ്രസിദ്ധമായ വിപ്ലവം കേട്ടോ. പിന്നീട് 2 വിപ്ലവങ്ങളാണ് റഷ്യയിൽ നടപ്പാക്കപ്പെട്ടത്. ഒന്ന് ഫെബ്രുവരി റവല്യൂഷനും 2 ഒക്ടോബർ റവല്യൂഷനും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഫെബ്രുവരി റവല്യൂഷനാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കമായിരുന്നു 1905 വിപ്ലവം എന്ന് റഷ്യൻ ഭരണാധികാരി ലെനിൻ അഭിപ്രായപ്പെട്ടു. 1905 വിപ്ലവകാലത്ത് റഷ്യയിൽ സോവിയറ്റ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ സോവിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭരണവിഭാഗമാണ് കേട്ടോ. പണിമുടക്കുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ കൗൺസിലായിരുന്നു ഏത്, സോവിയറ്റ് എന്നറിയപ്പെട്ടത്. പിൽക്കാലത്ത് കർഷകരുടെയും സൈനികരുടെയും സോവിയറ്റുകളും സ്ഥാപിക്കപ്പെട്ടു. അപ്പം നമ്മൾ സംഘടന എന്ന് പറയില്ലേ, ഓർഗനൈസേഷൻ, ഇതാണ് സോവിയറ്റ്. ഇക്കാരണങ്ങളാണ് 1905 വിപ്ലവം പ്രാധാന്യമർഹിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ 1905 വിപ്ലവത്തിൻ്റെ പ്രാധാന്യം? ഒന്ന് നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്തു, തൊഴിലാളികൾ രാജാവിന് നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി പെട്രോഗാഡിലേക്ക് മാർച്ച് ചെയ്യുകയും സമാധാനപൂർവമായ പ്രകടനത്തിന് നേരെ സർ ചക്രവർത്തിമാരുടെ പട്ടാളം വെടിയുതിർക്കുകയോ ആയിരക്കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് ഇത് പേരിലറിയപ്പെട്ടത് ബ്ലഡി സൺഡേ എന്നറിയപ്പെട്ടത് കേട്ടോ. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് 1905 വിപ്ലവത്തെ തുടർന്ന് ഒരു ദ്യുമ എന്ന പേരിലുള്ള ഒരു പാർലമെൻറ്റോ മറ്റു പല ജനാധിപത്യാവകാശങ്ങളും അനുവദിച്ചു നൽകാൻ നിർബന്ധിതനായി. രാജാവ് നിർബന്ധിതനാവുകയോ ഒടുവിൽ റഷ്യയിൽ ഒരു സോവിയറ്റ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി 3rd ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് എബൌട്ട് ഫെബ്രുവരി റവല്യൂഷൻ. മക്കളെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫെബ്രുവരി റവല്യൂഷൻ കേട്ടോ. അപ്പോൾ നോക്കുക, 1917 റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും കേട്ടോ. അപ്പോൾ 2 വിപ്ലവങ്ങളാണ്, ഒന്ന് ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ. പെട്രോഗാഡിലാണ്, റഷ്യൻ തലസ്ഥാനമാണെന്ന് പെട്രോഗാഡ് കേട്ടോ. പെട്രോഗാഡിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. റൊട്ടി വാങ്ങാനെത്തിയ പട്ടിണിക്കാരായ തൊഴിലാളി സ്ത്രീകൾ നീണ്ട ക്യൂവിൽ നിന്ന് തെരുവീതിയിലേക്ക് ഇറങ്ങി പ്രകടനം നടത്തിയതോടെയാണ് വിപ്ലവം ആരംഭിച്ചത്. താമസിയാതെ കലാപം മറ്റു നഗരങ്ങളിലേക്കും വ്യാപിച്ചു. പൊതുസ്ഥലങ്ങളും പോലീസ് സ്റ്റേഷനുകളും പിടിച്ചെടുത്ത് കലാപകാരികൾ മുന്നോട്ട് നീങ്ങി. 1917 മാർച്ച് 12 തലസ്ഥാന നഗരമായ പെട്രോഗാഡ് കലാപകാരികളുടെ നിയന്ത്രണത്തിലായി. താമസിയാതെ മോസ്കോയും അവരുടെ കയ്യിലായി. ഗത്യന്തരമില്ലാതെ സാർ നിക്കോളാസ് രണ്ടാമൻ സാർ ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്യുകയും ചെയ്തതോടെ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിന് തിരശ്ശീല വീണു. അധികാരമേറ്റെടുത്ത ഡ്യൂമ മാർച്ച് 15 റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. അഥവാ ഈ വിപ്ലവം നടപ്പാക്കപ്പെട്ടത് മാർച്ചിലായിരുന്നു എങ്കിലും അന്നത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് നടപ്പാക്കപ്പെട്ടത് ഫെബ്രുവരിയിലാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നും ആ വിപ്ലവത്തിന് ഏത് പേരിലാണ് അറിയപ്പെട്ടത്, ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, അത്രയാണ് നമുക്ക് ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ടീച്ചർ പറയട്ടെ. റഷ്യൻ സാർ ഭരണത്തിന് അന്ത്യം കുറിച്ച മാർച്ച് 12 വിപ്ലവത്തെ ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നു. ജോർജ് ലീവോവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട, അപ്പോൾ ആദ്യമായി രൂപീകരിക്കപ്പെട്ട പാർലമെൻറ്റാരുടെ നേതൃത്വത്തിലായിരുന്നു ജോർജ് ലീവോവിൻ്റെ കേട്ടോ. ഗവൺമെൻറ് ഒരു പരാജയമായിരുന്നു, എന്നാൽ കഴിവില്ലാത്തൊരു ഭരണാധികാരിയായിരുന്നു ജോർജ് ലീവോ. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനു കഴിഞ്ഞില്ല. യുദ്ധം തുടരാനും അത് തീരുമാനിച്ചു. അങ്ങനെ താമസിയാതെ താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം അലക്സാണ്ടർ കറസ്കി, അപ്പോൾ റഷ്യയുടെ 2ാമത്തെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ കറസ്കി കേട്ടോ. എന്നാൽ ജനഹിത പരിശോധനമായി ജർമ്മനിയുമായുള്ള യുദ്ധം തുടരാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെ താൽക്കാലിക ഗവൺമെൻറ്റിന് ക്രമേണ പിന്തുണ നഷ്ടമാവുകയോ ഒടുവിൽ റഷ്യയിൽ വീണ്ടും ഒരു വിപ്ലവം അരങ്ങേറുകയും ചെയ്തു. ഇതാണ് ഇത് പേരിൽ അറിയപ്പെട്ടത് ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് എടുക്കാനുള്ളത്. അപ്പോൾ ഇത് തന്നെ ഏകദേശം 10 മിനിറ്റോളം നമുക്ക് ഈ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് ടീച്ചർ ഫസ്റ്റ് വേൾഡ് വാറും അതിൻ്റെ കോസസും അതേപോലെ തന്നെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കോസസാണ് റിസൾട്ട് പറയാം കേട്ടോ. ഓക്കെ, താങ്ക്സ്.